പ്രകൃതിയോടും മൃഗങ്ങളോടും മല്ലടിക്കുന്നവർക്ക് മനുഷ്യത്വം കുറയുമോ? അങ്ങനെ ഒരു വൈകാരികത അവരിൽ അന്യം വരുമോ? ഇമ്മാനുവൽ കാന്റിന്റെ അനുകമ്പ സിദ്ധാന്തം അത് മൃഗങ്ങളോട് ദുഷ്ടത കാട്ടുന്നവർക്ക് മനുഷ്യത്വവും കുറയും എന്ന് തന്നെയാണ്. മറ്റൊന്നുണ്ട്, എക്സിസ്റ്റൻഷ്യലിസം. മനുഷ്യനെ അളക്കാനുള്ള തിയറികളിൽ ഒന്നാണ്. കഠിനമായ സാഹചര്യങ്ങളിൽ സ്വന്തം വ്യക്തിത്വം മറന്നുപോയാലും നിലനിൽപ്പാണ് അവന് പ്രധാനം. സ്വന്തം ചോരയെപ്പോലും മുന്നിലെ വഴിയിൽ നിന്ന് വെട്ടിമാറ്റാനുള്ള അത്ര മൃഗീയത മനുഷ്യനുണ്ടാകുമോ? കുറ്റകൃത്യങ്ങളുടെ വിചാരണയിൽ, ശിക്ഷ വിധിക്കാനുള്ള ആലോചനകളിൽ ഒക്കെ ഈ ചിന്തകൾക്കും അവയ്ക്കുള്ള ഉത്തരങ്ങൾക്കും പ്രാധാന്യമുണ്ട്. തൻ്റെ ജീവിത വഴിയിൽ മുന്നിൽ വന്ന അമ്മയെയും സഹോദരനെയും കൊന്നുകളയാനുള്ള തീരുമാനമെടുക്കുമ്പോൾ അയാൾക്കുമുണ്ടാകും ഇത്തരം മൃഗവാസനകൾ. കേട്ടാൽ രക്തമുറയുന്ന ഒരു കഥയാണ്, വിരാമമില്ലാത്ത ഒരു ക്രൈം സീരീസ്. മലയോടും മലമ്പാമ്പിനോടും മല്ലടിച്ച് ജീവിതം കരുപ്പിടിപ്പിച്ച കർഷകരുടെ ഇടുക്കി, അവിടുത്തെ നെടുങ്കണ്ടത്തെ പച്ചടി എന്ന ഗ്രാമം. ഒരു ഇരട്ടക്കൊലയുടെ കഥ തുടങ്ങുന്നത് സിനി എന്ന യുവതിക്ക് തോന്നിയ ഒരു സംശയത്തിൽ നിന്നാണ്. ആ സംശയം ഒരു കുടുംബത്തെ മാത്രമല്ല, കേരളത്തെ ആകെ നടുക്കിക്കളഞ്ഞു. ഏപ്രിൽ 25, സമയം രാവിലെ 9 മണി. ചക്കുവള്ളം, ഇടുക്കി. ഫോണിലൊരു മെസ്സേജ് വന്ന ശബ്ദം കേട്ടാണ് സിനി നോക്കിയത്. ഒരു വോയിസ് മെസ്സേജാണ്. ചക്കുവള്ളത്ത് കുടുംബമായി താമസിക്കുകയാണ് സിനി. അമ്മയും സഹോദരങ്ങളും താമസിക്കുന്ന കുടുംബ വീട് നെടുങ്കണ്ടം പച്ചടിയിലാണ്. അവിടെ ആ വീട്ടിലാണ് സിനിയുടെ മാതാവ് മേരിക്കുട്ടി, മൂത്ത സഹോദരൻ റെജി എന്നിവർ താമസിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവരെ ഇവിടെ കാണാനില്ല. അവർക്ക് രണ്ടുപേർക്കും എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. മെസ്സേജ് ഇങ്ങനെയായിരുന്നു. ആശങ്കയിലായ സിനി വിവരം ഭർത്താവ് രാജീവിനോട് പറഞ്ഞു. കഴിഞ്ഞ 2 ആഴ്ചയായി അമ്മയെയും സഹോദരനെയും സിനി മാറി മാറി വിളിക്കുന്നുണ്ട്. ഫോൺ ഓഫാണ്. ഇപ്പോഴിതാ ഈ മെസ്സേജും കൂടി വന്നിരിക്കുന്നു. തനിക്ക് ആശങ്കയുണ്ട്. എന്തായാലും ഒന്നുകൂടി ഫോണിൽ വിളിച്ചു നോക്കാൻ ഭർത്താവ് രാജീവ് ആവശ്യപ്പെട്ടു. രണ്ടുപേരും പിന്നീട് പലതവണ മേരിക്കുട്ടിയെയും റെജിയെയും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഒരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല. മറ്റൊരു സഹോദരൻ കൂടിയുണ്ട് ആ വീട്ടിൽ, സജി എന്നാണ് പേര്. പക്ഷെ സജിയുമായി സിനിയും രാജീവും അത്ര രസത്തിലായിരുന്നില്ല. വിളിച്ചു ചോദിക്കണ്ട, നേരിട്ട് പോയി തിരക്കാം. സിനി പച്ചടിയിലേക്ക് തിരിച്ചു. ഏപ്രിൽ 25 തന്നെ സിനി പച്ചടിയിലുള്ള കുടുംബ വീട്ടിലെത്തി. സിനി എത്തുമ്പോൾ ഇളയ സഹോദരൻ സജി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അമ്മയും റെജിയും എവിടെ? ആദ്യമൊക്കെ പിണക്കം നടിച്ചും ഇടഞ്ഞും നിന്ന സജി സിനിയുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകി. പക്ഷെ ആ മറുപടി ഞെട്ടിക്കുന്നതായിരുന്നു. അവർ രണ്ടുപേരും എന്നോട് വഴക്കിട്ടു. കുറെ നേരത്തെ വഴക്കിന് ശേഷം അവർ രണ്ടുപേരും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയെന്നോ? എപ്പോൾ? എന്നാണ് അവർ പോയത്? സിനി വിടുന്ന ലക്ഷണമില്ല. അതോടെ സജി ഉത്തരം മാറ്റി. അവർ തമിഴ്നാട്ടിലെ പളനിയിലേക്ക് പോയി. തീർത്ഥാടനത്തിനായിരിക്കും. എന്നാൽ മുൻപ് പലതവണ മാതാവിനെയും സഹോദരനെയും കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി സജി നൽകിയ സന്ദേശങ്ങളും ഇപ്പോൾ ദാ ഈ സമയത്തും മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ സജി നൽകുന്ന വ്യത്യസ്ത മറുപടികളും എല്ലാം തന്നെ പരസ്പര വിരുദ്ധമാണ്.
സിനിക്ക് നേരത്തെ തന്നെ തോന്നിയ സംശയം ഇരട്ടിയായി. സിനി ആ വീട്ടിനുള്ളിലേക്ക് കയറി. അമ്മയുടെയും സഹോദരന്റെയും മുറികളിലേക്ക് കടന്നു. തനിക്കറിയുന്ന അമ്മയുടെ വസ്ത്രങ്ങൾ മിക്കവാറുമൊക്കെ അവിടെയുണ്ട്. യാത്ര പോകുമ്പോൾ കൂടെ കരുതാൻ സാധ്യതയുള്ള തുണികളുമുണ്ട്. ഇരുവരുടെയും മറ്റു സാധനങ്ങളും അവിടെ തന്നെയുണ്ട്. ബാഗുകളുണ്ട്. തനിക്കറിയാത്ത സാധനങ്ങളായി ഒന്നുമില്ല. ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ കൂടെ കരുതേണ്ട മിനിമം സാധനങ്ങൾ പോലും എടുത്തിട്ടില്ല. സിനി വീണ്ടും സജിയുടെ നേരെ തിരിഞ്ഞു. ബാഗും തുണിയുമൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, അവർ ഏതു ബാഗാ കൊണ്ടുപോയത്? ഉത്തരം എന്താകുമെന്നൊരു ഊഹം സിനിക്കുണ്ടായിരുന്നു. എന്നിട്ടും അവർ ആ ചോദ്യം ചോദിച്ചു. അവർ പെട്ടെന്നാണ് ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് വസ്ത്രങ്ങളോ മറ്റു സാധനങ്ങളോ എടുക്കാതെയാണ് അവർ രണ്ടുപേരും പോയത്. സജിയുടെ ഉത്തരങ്ങളൊന്നും തന്നെ കൃത്യമല്ല. അപ്പോൾ തോന്നുന്ന മറുപടികളാണ് ഏറെയും. ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു. അവർ രണ്ടുപേരും എങ്ങോട്ടാകും പോയത്? സിനിയുടെ സംശയം ശക്തമായി. വീട്ടിലേക്ക് മടങ്ങുകയല്ലാതെ അവർക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളും ഉണ്ടായിരുന്നില്ല. വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും സിനി അവരെ രണ്ടുപേരെയും ബന്ധപ്പെടാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ അടുത്ത ദിവസവും അനുഭവം അതുതന്നെ. ഫോണുകൾ രണ്ടും ഓഫാണ്. ഇനി നോക്കിയിരിക്കുന്നതിൽ അർത്ഥമില്ല. പരാതി നൽകുകയാണ് ഏകമാർഗം. 2026 ഏപ്രിൽ 26. സമയം രാത്രി 8 മണി. സജി തന്നെ പറ്റിക്കുകയാണ്. സിനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടു. പോലീസിൽ പരാതിപ്പെടാൻ തന്നെ സിനി തീരുമാനിച്ചു. ചക്കപ്പള്ളത്ത് നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെത്തി സിനി പരാതി നൽകി. ഏകദേശം ഇക്കഴിഞ്ഞ ഏപ്രിൽ 2 മുതൽ മാതാവിനെയും സഹോദരനെയും കാണാതായി എന്നായിരുന്നു സിനിയുടെ പരാതി. സിനിയുടെ പരാതിയിൽ 240/2026 നമ്പറിൽ FIR ഇട്ട് നെടുങ്കണ്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഒരു സാധാരണ മാൻ മിസ്സിംഗ് കേസ് അല്ല ഇത് എന്ന് നെടുങ്കണ്ടത്തെ പോലീസുകാർക്ക് ആദ്യമേ തോന്നി. സ്വന്തം അമ്മയെയും സഹോദരനെയും കാണുന്നില്ല. നിരന്തരം അന്വേഷിച്ചിട്ടും ഫോൺ ചെയ്തിട്ടും കിട്ടുന്നില്ല. കാര്യം ഗൗരവമുള്ളതാണ്. FIR നമ്പർ 240/2026 മാൻ മിസ്സിംഗ് കേസാണ്. 2 പേരെയാണ് കാണാതായിരിക്കുന്നത്. ഒന്ന് മേരിക്കുട്ടി, വയസ്സ് 70, വീട്ടമ്മ, ഭർത്താവ് മാത്യു തോമസ്, പൊന്നുട്ടിയിൽ വീട്, പച്ചടി, നെടുങ്കണ്ടം, ഇടുക്കി ജില്ല. 2 റെജി, വയസ്സ് 48, അവിവാഹിതൻ, ജോലി മൈക്ക് ഓപ്പറേറ്റർ, പിതാവ് മാത്യു തോമസ്, മാതാവ് മറിയക്കുട്ടി, പൊന്നുട്ടിയിൽ വീട്, പച്ചടി, നെടുങ്കണ്ടം, ഇടുക്കി ജില്ല. പരാതിയിലെ ഗൗരവമുള്ള പ്രധാന വസ്തുത കാണാതായതിലെ കാലദൈർഘ്യമാണ്. ഇരുവരെയും കാണാതായി എന്ന് അനുമാനിക്കുന്ന ഏപ്രിൽ 2-നും പരാതി നൽകിയ ഏപ്രിൽ 26-നുമിടയിലെ 24 ദിവസങ്ങൾ. മറ്റൊരു സംഗതി, ഈ 24 ദിവസങ്ങളിൽ മറ്റൊരു സ്ഥലത്ത് തങ്ങുന്നതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഇരുവർക്കും ഇല്ല എന്നതാണ്. മാറിയൊടുക്കാനുള്ള വസ്ത്രങ്ങൾ എടുത്തിട്ടില്ല. മിനിമം ആവശ്യങ്ങൾക്കുള്ള പണത്തിനുള്ള സാഹചര്യങ്ങൾ പോലുമില്ല. 2026 ഏപ്രിൽ 26 ഞായറാഴ്ച. സമയം രാത്രി 9 മണി. പൊന്നുട്ടിയിൽ വീട്, തൊട്ടുവാക്കട, പച്ചടി, നെടുങ്കണ്ടം. ആ രാത്രിയിൽ തന്നെ പോലീസ് മേരിക്കുട്ടിയുടെ വീട്ടിലെത്തി. ഒരു യാത്രയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പെന്ന വിധത്തിൽ ഒരു ബാഗുമായി റോഡിന് സമീപം നിൽക്കുകയായിരുന്നു ഈ സമയം സജി. പോലീസിനെ കണ്ടതോടെ
സജി ഓടി രക്ഷപ്പെട്ടു. രാത്രി മുഴുവൻ സജിക്കായി പോലീസ് ആ പ്രദേശം മുഴുവൻ അരിച്ചു പറക്കി. അതിനിടെ സമീപത്തെ മലയിൽ നിന്ന് ഇയാളുടെ ബാഗ് കണ്ടെത്തി. ഇതോടെ ഒരു കാര്യം പോലീസിന് വ്യക്തമായി: മേരിക്കുട്ടി, റജി എന്നിവരുടെ തിരോധാനവുമായി സജിക്ക് എന്തോ ബന്ധമുണ്ട്. രണ്ടുപേരും ദൂരെ എങ്ങും പോകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പോലീസിനും തോന്നിയത്. ഏപ്രിൽ 27 തിങ്കൾ രാവിലെ 7 മണി. മുന്നറിയിപ്പൊന്നുമില്ലാതെ പോലീസ് ഓപ്പറേഷൻ ആരംഭിച്ചു. ആ വീട് തന്നെ ലക്ഷ്യം. പൊന്നുട്ടിയിൽ വീട്ടിലെത്തിയ പോലീസ് അതിരാവിലെ തന്നെ പരിശോധന ആരംഭിച്ചു. പൂട്ട് തകർത്താണ് പോലീസ് അകത്ത് കടന്നത്. അവിടെ എത്തിയ വലിയ പോലീസ് സംഘം ചെറു ടീമുകളായി തിരിഞ്ഞു. വീടിനകത്തും പുറത്തും ഒരുപോലെ പോലീസ് പരിശോധന. വസ്ത്രങ്ങൾ, ബാഗുകൾ, മണിപ്പേഴ്സ് എല്ലാം അവിടെയുണ്ട്. സിനി നൽകിയ സൂചനകളെല്ലാം തെളിവുകളായി. അകത്തുള്ള പരിശോധന പുരോഗമിക്കുമ്പോൾ പുറത്തുനിന്ന് ആദ്യ ലീഡെത്തി. വീടിനു പുറത്ത് തെരച്ചിൽ നടത്തിയിരുന്ന സംഘത്തിനാണ് ആ സൂചന ലഭിച്ചത്. വീടിനോട് ചേർന്നുള്ള പട്ടിക്കൂടിന് സമീപത്തെ പഴയ വളക്കുഴി. അവിടെ ആ ഭാഗത്തെ കുറച്ചു സ്ഥലത്തു മാത്രം മണ്ണ് ഇളകിക്കിടക്കുന്നു. അസ്വാഭാവികമായി മണ്ണിളകിക്കിടക്കുന്ന ഭാഗം പോലീസ് പോയിന്റ് ചെയ്തു. പട്ടിക്കൂട് മിക്കവാറുമൊക്കെ പൊളിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ്. അവിടെ ആ കൂടിന് പുറത്ത് കെട്ടിയിരുന്ന നായ പോലീസ് സംഘത്തെ കണ്ട് നിർത്താതെ കുരച്ചു. കുരച്ചു ചാടിയ നായയെ ഉദ്യോഗസ്ഥർക്ക് തന്നെ കൂട്ടിലാക്കേണ്ടി വന്നു. ലക്ഷണങ്ങളെല്ലാം കണ്ടതോടെ തന്നെ ഉദ്യോഗസ്ഥർക്ക് കാര്യം ഉറപ്പിക്കാനായി. മണ്ണു മാറ്റാൻ ആരംഭിച്ചു. ആദ്യ ലെയറിലെ മണ്ണ് നീക്കുമ്പോൾ തന്നെ പോലീസ് പ്രതീക്ഷിച്ച സൂചന ലഭിച്ചു. ജീൻസ് ധരിച്ച നിലയിൽ ഒരു കാലെന്ന് തോന്നിക്കുന്ന ഭാഗം പുറത്തേക്ക് മെല്ലെ തെളിഞ്ഞു വന്നു. അല്പം കൂടി മണ്ണു മാറിയതോടെ അതുറപ്പിച്ചു. അത് ഒരു മനുഷ്യന്റെ കാല് തന്നെ. അഴുകിത്തുടങ്ങിയ ഒരു മനുഷ്യക്കാൽ പുറത്തേക്ക് നീണ്ടു. വെറുമൊരു തിരോധാന കേസല്ല തങ്ങൾ അന്വേഷിക്കുന്നത്. വൻ പോലീസ് സംഘം ഇത്ര രാവിലെ ഈ വീട്ടിലേക്ക് വന്നതിൻ്റെയും കുഴിക്കുന്നതിൻ്റെയും അർത്ഥം നാട്ടുകാർക്കും മനസ്സിലായത് അപ്പോഴാണ്. സംഗതി കൊലപാതകം തന്നെ. കൂടുതൽ മണ്ണു മാറ്റുന്നതിന് മുൻപ് ആ സ്ഥലം മുഴുവൻ പോലീസ് ബന്ദോബസ്തിലാക്കി. നാട്ടുകാരെ ദൂരേക്ക് നീക്കി. വൈകാതെ പോലീസ് ആ പ്രദേശം പൂർണ്ണ നിയന്ത്രണത്തിലാക്കി. മണ്ണ് കൂടുതൽ ഇളക്കി മാറ്റിയതോടെ രണ്ടാമത്തെ മൃതദേഹത്തിന്റെ ഭാഗങ്ങളും പോലീസിന് ലഭിച്ചു. മൃതദേഹങ്ങൾ മറയ്ക്കാനെടുത്ത കുഴിക്ക് അത്ര ആഴമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ പോലീസിന് സാധിച്ചു. കുഴിയിൽ മണ്ണിനൊപ്പം ധാരാളം ചുണ്ണാമ്പുമുണ്ടായിരുന്നു. മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയ ശേഷം അവ വേഗത്തിൽ അഴുകിപ്പോകാനും മണം പുറത്തേക്ക് വരാതിരിക്കാനുമാണ് കുഴിയിൽ ചുണ്ണാമ്പ് വിതറിയിരുന്നത്. പക്ഷെ കനത്ത മഴ പെയ്തതോടെ മണ്ണ് കുറേ ഒലിച്ചുപോയി. ആ ഭാഗം കണ്ടപ്പോൾ തന്നെ പോലീസിന് തിരിച്ചറിയാനായതും വളരെ വേഗം മൃതദേഹം തെളിഞ്ഞു വന്നതും ഇതേ കാരണം കൊണ്ട് തന്നെ. ഒന്നിനു മുകളിൽ ഒന്നായിട്ട നിലയിലായിരുന്നു രണ്ടു മൃതദേഹങ്ങളും. ഉച്ചയ്ക്ക് 1:45 കുഴി തുറന്നതോടെ പ്രദേശത്താകെ അസഹ്യമായ ദുർഗന്ധം നിറഞ്ഞു. വൈകാതെ നാട്ടുകാർ തടിച്ചുകൂടി. ആ വീടിന്റെ പരിസരമാകെ കാടുപിടിച്ച നിലയിലായിരുന്നു. ഉച്ചയ്ക്ക് 1:45 രണ്ടു മൃതദേഹാവശിഷ്ടങ്ങളും പുറത്തെത്തിച്ചു. രണ്ടു മൃതദേഹങ്ങളും തിരിച്ചറിയാൻ പറ്റാത്ത വിധം അഴുകിയിരുന്നു.
കാണാതായ മേരിക്കുട്ടിയുടെയും റെജിയുടെയും മൃതദേഹങ്ങൾ തന്നെയായിരുന്നു അത്. പക്ഷേ അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതിനായി DNA സാമ്പിളുകൾ ശേഖരിച്ചു. തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലേക്ക് ആ സാമ്പിളുകൾ അയച്ചു. പുറത്തെടുത്ത മൃതദേഹങ്ങളുടെ ഇൻക്വസ്റ്റ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി. പിന്നീട് മൃതദേഹങ്ങൾ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോലീസ് അന്വേഷണത്തിൽ ചോദ്യം ഒന്ന് മാത്രമാണ്: ആരാണ് കൊലയാളി? അവർക്ക് മുന്നിൽ തന്നെ ഒരു ഉത്തരവുമുണ്ട്. ആ കൊലയാളി ആരെന്ന് സജിക്കറിയാം. സജിയാണ് ആ വീട്ടിൽ ജീവനോടെ അവശേഷിക്കുന്ന ഒരാൾ. സജിയാണോ കൊലയാളി? നാട്ടുകാരും ബന്ധുക്കളും അതെ എന്നുറപ്പിക്കുന്നുണ്ട്. പക്ഷെ പോലീസിന് തെളിവുകളാണ് വേണ്ടത്. ആ വീട്ടിൽ ജീവനോടെ അവശേഷിക്കുന്ന ഒരാൾ മാത്രമാണ് സജി എന്നതുകൊണ്ട് അയാളാണ് കൊലയാളി എന്നുറപ്പിക്കാൻ കഴിയില്ല. തങ്ങളെ കണ്ട് ഓടി രക്ഷപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം അതൊരു തെളിവാകുന്നുമില്ല. മറിച്ച് ആ രണ്ടു പേർക്കും എന്തു സംഭവിച്ചു എന്നത് കൃത്യമായി കണ്ടെത്തണം. സജിക്കറിയാവുന്നത് സജി തന്നെ പറയണം. അതിനാദ്യം സജിയെ കയ്യിൽ കിട്ടണം. പേര് സജി, വയസ്സ് 43, അവിവാഹിതനാണ്, ജോലി കൂലിപ്പണി. പിതാവ് മാത്യു തോമസ്, മാതാവ് മറിയക്കുട്ടി. വിലാസം പൊന്നുട്ടിയിൽ വീട്, പച്ചടി, നെടുങ്കണ്ടം, ഇടുക്കി. സജിക്ക് വേണ്ടിയുള്ള അന്വേഷണം ഒരു വഴിക്ക് നീങ്ങുമ്പോൾ തന്നെ പോലീസിന്റെ ഒരു ടീം മറ്റൊരു അന്വേഷണത്തിലായിരുന്നു. പോലീസിന് മുന്നിലുള്ള ഒരു സുപ്രധാന ചോദ്യത്തിനുള്ള ഉത്തരം തേടിയായിരുന്നു ആ അന്വേഷണം. സജിയാണ് കൊലപാതകിയെങ്കിൽ എന്തായിരിക്കും അയാളുടെ ഉദ്ദേശം, മോട്ടീവ്? സിനിയുടെ പരാതി അനുസരിച്ച് ഏപ്രിൽ 2 എന്ന ദിവസമോ അതിനുശേഷമോ ആ വീട്ടിൽ നടന്ന സംഭവങ്ങൾ എന്തൊക്കെ? ആ പ്രദേശവാസികളെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് നീക്കങ്ങൾ. സജിയും കുടുംബത്തിലെ മറ്റുള്ളവരും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ലേ? സജി ആക്രമണകാരിയായിരുന്നോ? രണ്ടുപേരെ കൊന്നു തള്ളാനുള്ള കാരണമുണ്ടായിരുന്നോ? സഹോദരി സിനിയും ഭർത്താവും സജിയുമായി അകൽച്ചയിലായിരുന്നു. പക്ഷെ അതുകൊണ്ട് സജിക്ക് സ്വന്തം മാതാവിനോടും സ്വന്തം സഹോദരനോടും പകയെന്തിന്? പൊന്നുട്ടി വീടിന്റെ പൂർവകാല ചരിത്രം പോലീസ് നാട്ടുകാരോട് തിരക്കി. നാട്ടുകാരിൽ നിന്ന് അറിഞ്ഞ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു, ക്രോഡീകരിച്ചു. നാലു മക്കളാണ് മാത്യു മേരിക്കുട്ടി ദമ്പതിമാർക്ക്. മൂത്ത മകൻ റെജി, രണ്ടാമത്തെ മകൻ സജി, മൂന്നാമത് മകൾ സിനി, നാലാമതും ഒരു മകളാണ് ജിജി. ഇടതുപക്ഷ അനുഭാവിയായിരുന്നു പിതാവ് മാത്യു തോമസ്. റെജി മൈക്ക് ഓപ്പറേറ്റർ. സജി കൂലിപ്പണിക്കും കൃഷിപ്പണിക്കും പോയിരുന്നു. സിനിയെ ചക്കുപള്ളത്തേക്ക് വിവാഹം കഴിച്ചയച്ചു. ഇളയ മകൾ ജിജി മാനസിക വെല്ലുവിളി നേരിട്ടിരുന്നതിനാൽ ഇടുക്കി ചെറുതോണിയിലെ ഷെൽട്ടർ ഹോമിലാണ് കഴിഞ്ഞിരുന്നത്. (2018) വിളിച്ച മുദ്രാവാക്യങ്ങളൊക്കെ പ്രാരാബ്ധപ്പെട്ടിയിൽ പുട്ടിവെച്ച മാത്യു രാഷ്ട്രീയമുപേക്ഷിച്ച് സുവിശേഷകനായി. സുവിശേഷ പ്രവർത്തനവുമായി മുന്നോട്ടു പോകുന്നതിനിടെ 2018 മെയ് 5 മാത്യുവിനെ കാണാതായി. മാനസിക വെല്ലുവിളി നേരിടുന്ന ഇളയ മകൾ ജിജിക്ക് മരുന്നു വാങ്ങി നൽകുന്നതിനു വേണ്ടി വീട്ടിൽ നിന്നിറങ്ങിയതാണ്. കുറച്ചു വൈകിയാണെങ്കിലും മകൻ റെജി പിതാവിനെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകി. പരാതി വൈകിയതിന്റെ കാരണവും അവർ പോലീസിനോട് പറഞ്ഞു. മാത്യു മകൾ സിനിയുടെ ഒപ്പമുണ്ടെന്ന് അവർ ആദ്യം കരുതി. ഏതാനും ദിവസം ആരും മാത്യുവിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നില്ല. എന്നാൽ പിതാവ് സിനിയുടെ കൂടെയില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ റെജി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സുവിശേഷ വേലയ്ക്കായി മാത്യു ഇടയ്ക്കെല്ലാം വീട്ടിൽ നിന്നും മാറി നിൽക്കാറുണ്ടായിരുന്നു. അതിനാൽ തന്നെ
ഒരു ഘട്ടത്തിൽ മേരിക്കുട്ടിക്കും കുടുംബത്തിനും അങ്ങനെയും ഒരു സംശയമുണ്ടായി. മാത്യു നെടുങ്കണ്ടത്തു നിന്ന് ബസ്സിൽ പോകുന്നത് കണ്ടതായി ഒരു ബന്ധുവും പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് പരാതി നൽകാൻ കുടുംബം വൈകിയത്. മാത്യുവിന്റെ തിരോധാനത്തിന് ശേഷം കുടുംബത്തിൽ വൈകാതെ അസ്വാരസ്യം ആരംഭിച്ചു. അധികം സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു സജിക്ക്. മേസ്തിരിപ്പണിയും കൂലിപ്പണിയും മറ്റു ജോലികളും ചെയ്തു വരികയായിരുന്നു സജി. നെടുങ്കണ്ടത്ത് മൈക്ക് ഓപ്പറേറ്ററായിരുന്നു റജി. ഇരുവരും മദ്യപിച്ചെത്തി തമ്മിൽ ബഹളമുണ്ടാക്കുന്നത് പതിവ്. എന്നാലും നാട്ടുകാരോട് മറ്റു പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. തന്റെ വിവാഹം നടക്കാത്തതിൽ സജി കുറച്ച് അസ്വസ്ഥനായിരുന്നു. എന്നാൽ സജി വിവാഹം കഴിച്ചാൽ താൻ അമ്മയെയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് ജ്യേഷ്ഠൻ റജി ഭീഷണിപ്പെടുത്തി. സഹോദരന്മാർ തമ്മിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് വീട്ടിൽ നിരന്തരം വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നു. വഴക്കു മൂക്കുമ്പോൾ സജിയുടെ പിതൃത്വത്തെയും റജി ചോദ്യം ചെയ്തു. നീ മാത്യുവിന്റെ മകനല്ല. റജി നിരന്തരം സജിക്കെതിരെ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ നടത്തി. ഇത് ചിലപ്പോൾ കയ്യാങ്കളിക്ക് വരെ കാരണമായി. അതിനിടെ 3 വർഷം മുമ്പ് മേരിക്കുട്ടിക്ക് ഒരു പക്ഷാഘാതം സംഭവിച്ചു. അവശ നിലയിലായിരുന്ന മേരിക്ക് മക്കളുടെ വഴക്കിലിടപെടാനും സാധിച്ചിരുന്നില്ല. എന്തായാലും സജിയെ കിട്ടണം. വീടിന്റെയും വീട്ടുകാരുടെയും ചരിത്രവും ഭൂമിശാസ്ത്രവുമൊക്കെ വിരൽ ചൂണ്ടുന്നത് സജിയിലേക്ക് തന്നെയാണ്. അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോലീസ് കടക്കുമ്പോൾ സജി വനത്തിനുള്ളിലെ ഒരു മരത്തിൽ അള്ളിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു. ആ രാത്രിയിൽ പോലീസിനെ കണ്ടു മലമുകളിലേക്ക് ഓടിപ്പോയ സജി ഒരു മരത്തിനു മുകളിലിരുന്ന് പോലീസിന്റെ നീക്കം നിരീക്ഷിച്ചു. പോലീസ് ഇതേ സമയം ഡ്രോണും ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സംഘങ്ങളുമായി തെരച്ചിൽ ഊർജിതമാക്കി. പക്ഷേ സജിയെ കണ്ടെത്താൻ സാധിച്ചില്ല. ഏപ്രിൽ 27 വൈകിട്ട് 5:30 തെരച്ചിലിനിടെ ഡോഗ് സ്ക്വാഡ് പരിശോധനയിൽ വീട്ടിൽ നിന്ന് 150ഓളം മീറ്റർ അകലെ കൃഷിയിടത്തിൽ നിന്ന് സജിയുടെ ബാഗ് കണ്ടെത്തി. വാഴപ്പഴം, വസ്ത്രങ്ങൾക്ക് പശപ്പ് നൽകാൻ ഉപയോഗിക്കുന്ന സ്റ്റാർച്ച് തുടങ്ങി ബാഗിലുണ്ടായിരുന്നത് ഇങ്ങനെ ചില സാധനങ്ങൾ മാത്രമാണ്. രാത്രിയോടെ മരത്തിൽ നിന്നിറങ്ങിയ സജി അന്നു മുഴുവൻ വീടിനു സമീപത്തെ ഒരു ഏലത്തോട്ടത്തിൽ ഒളിച്ചിരുന്നു. ഏപ്രിൽ 28 ഉച്ചയ്ക്ക് 12 മണി. ഏലത്തോട്ടത്തിൽ ഒളിച്ചു കഴിയുകയായിരുന്ന സജി വിശപ്പ് സഹിക്കാനാകാതെ തളർന്നു. താൻ പിടിക്കപ്പെടുമെന്ന് അയാൾക്കുറപ്പായി. ഉച്ചയോടെ പുറത്തിറങ്ങി. തോട്ടുവാക്കട കവലയിലെ കടയിലെത്തിയ സജി തനിക്ക് തെറ്റുപറ്റിയെന്ന് കടയിലെ ജീവനക്കാരിയോട് പറഞ്ഞു. ഉച്ചയ്ക്ക് 12 മണിയോടെ പച്ചടി ജംഗ്ഷന് സമീപത്ത് വച്ച് റോഡിലൂടെ നടന്നു വരികയായിരുന്ന സജിയെ മഫ്തിയിലുണ്ടായിരുന്ന പോലീസ് പിടികൂടി. പോലീസിന് മുന്നിൽ കുറ്റം സമ്മതിക്കുകയല്ലാതെ അയാൾക്ക് മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. പക്ഷെ പോലീസിനറിയേണ്ടത് ആ 2 പേർക്കും എന്താണ് സംഭവിച്ചത് എന്നതായിരുന്നു. എങ്ങനെ, എന്തിന്, എപ്പോൾ? സജി ആ ദിവസത്തെ ടൈം ലൈൻ വിവരിക്കാൻ തുടങ്ങി. ഏപ്രിൽ 4 രാത്രി 7:30. അന്ന് പതിവിലുമധികം മദ്യപിച്ചാണ് റജി വീട്ടിലെത്തിയത്. വീട്ടിൽ നേരത്തെ എത്തിയിരുന്ന സജി അടുക്കളയിൽ വെച്ച് സഹോദരന് ചോറും ഇറച്ചിക്കറിയും വിളമ്പിക്കൊടുത്തു. ചോറ് വിളമ്പുന്നതിനിടെ റജി പ്രകോപിതനായി. സജിയുടെ സാമീപ്യം പോലും അപ്പോൾ റജിയെ അസ്വസ്ഥനാക്കി. ഉള്ളിൽ കിടന്നിരുന്ന മദ്യത്തിന്റെ പുറത്ത് റജി സജിയെ അസഭ്യം പറയാൻ തുടങ്ങി. ഇതിനിടെ വീണ്ടും വ്യക്തിയാധിക്ഷേപം. നീ മാത്യുവിന്റെ മകനല്ലടാ, റജി അലറി. തുടർന്ന് ചോറ് വിളമ്പിയ പ്ലേറ്റ് എടുത്ത് സജിയുടെ മുഖത്തേക്ക് അയാൾ വലിച്ചെറിഞ്ഞു. സജി ഇതോടെ പ്രകോപിതനായി. സജി മദ്യപിച്ച് ലക്കുകെട്ടിരുന്ന റജിയെ ആക്രമിച്ചു. മാരകമായ അടിയിൽ റജി താഴെ വീണു. റജിക്ക് പിന്നെ എഴുന്നേൽക്കാൻ സാധിച്ചില്ല. പിന്നാലെ സജിയുടെ കാലുകൾ റജിയുടെ കഴുത്ത് ലക്ഷ്യമാക്കി പലതവണ ഉയർന്നു താണു.
റജിയുടെ അലർച്ച കെട്ട് കട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്ന മേരിക്കുട്ടി വേച്ച് അടുക്കളയിലെത്തി. അവിടെ എത്തിയ മേരിക്കുട്ടി കണ്ടത് സജിയുടെ ചവിട്ടേറ്റ് ജീവന് വേണ്ടി പിടയുന്ന റജിയെ. അമ്മ തടസ്സം പിടിക്കാനെത്തി. സജിയുടെ ആക്രമണം പിന്നെ അമ്മയുടെ നേർക്കായി. അയാൾ ശക്തിയോടെ മേരിക്കുട്ടിയെ പിടിച്ചു തള്ളി. ഇതോടെ മേരിക്കുട്ടി തറയിൽ തലയിടിച്ചു വീണു. മേരിക്കുട്ടിയുടെ തല പിടിച്ചയാൾ തറയിൽ നിരവധി തവണ ഇടിച്ചു. തലയിൽ നിന്ന് ചോര വാർന്ന് മേരിക്കുട്ടി തൽക്ഷണം മരിച്ചു. ഇതിനിടെ അടിയേറ്റ് നിലത്ത് കിടക്കുകയായിരുന്ന റജി ഞരങ്ങുന്ന ശബ്ദം സജി കേട്ടു. "നീ ചത്തില്ലേടാ" എന്ന് സജി അലറി. കയ്യിൽ കിട്ടിയ തോർത്തുകൊണ്ട് അയാൾ റജിയുടെ കഴുത്തിൽ കെട്ടിട്ട് മുറുക്കി. ശ്വാസത്തിനായി റജി പിടഞ്ഞു. മൃഗമായി മാറിയ സജി കെട്ട് കൂടുതൽ മുറുക്കി. 2 മരണങ്ങളും അങ്ങനെ സജി ഉറപ്പാക്കി. ആ രാത്രി ഹാളിലെ കട്ടിലിനടിയിലേക്ക് മൃതദേഹങ്ങൾ മാറ്റി. 2026 ഏപ്രിൽ 5 രാവിലെ 6:30. പിറ്റേന്ന് രാവിലെ മൃതദേഹങ്ങൾ തണൽ വലയിൽ മൂടി വീടിനു പിന്നിലെ ചായ്പിലേക്ക് മാറ്റി. മൃതദേഹത്തിൽ നിന്ന് ദുർഗന്ധം ഉയർന്നു തുടങ്ങിയതോടെ മറവ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. റജിയുമായുള്ള പിടിവലിക്കിടെ സജിക്ക് കയ്യിൽ ചെറിയ പരിക്കേറ്റിരുന്നു. രാത്രിയോടെ തന്നെ ആ കയ്യിലെ മുറിവ് ചികിത്സിക്കാൻ സജി നെടുങ്കണ്ടത്തേക്ക് പോയി. 2026 ഏപ്രിൽ 6 പുലർച്ചെ 5 മണി. മൃതദേഹം മറവ് ചെയ്യാൻ തീരുമാനിച്ച സജി പട്ടിക്കൂടിന് സമീപം നട്ടിരുന്ന ഏലച്ചെടി മാറ്റി 1.5 അടി താഴ്ചയുള്ള ഒരു കുഴിയെടുത്തു. ആദ്യം മേരിക്കുട്ടിയുടെയും മുകളിലായി റജിയുടെയും മൃതദേഹങ്ങൾ കുഴിയിലേക്ക് തള്ളി. മൃതദേഹങ്ങൾ വേഗം ജീർണിക്കുന്നതിന് കുഴിയിൽ കുമ്മായം വിതറി. പിന്നെ രക്തം പുരണ്ട വസ്ത്രങ്ങൾ കത്തിച്ചു. തുടർന്ന് വീട് വൃത്തിയാക്കിയ ശേഷം പതിവ് പോലെ സജി രാവിലെ ജോലിക്കായി പോയി. സ്വാഭാവികമായും നാട്ടുകാരുടെ ചോദ്യങ്ങളുണ്ടായി. റജി എവിടെ? പക്ഷാഘാതം വന്ന് കിടപ്പിലായിരുന്ന അമ്മ എവിടെ? പലർക്കും പല ഉത്തരങ്ങൾ നൽകി സജി. സംശയം തോന്നിയവരും ഒന്നുമത്ര കാര്യമാക്കാത്തവരും നാട്ടുകാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഒടുവിൽ സിനിക്ക് തോന്നിയ സംശയം, അന്നു വന്ന ആ ശബ്ദ സന്ദേശം, അത് സജിയെ കുടുക്കി. പക്ഷെ സംശയങ്ങളിൽ ഒന്നുകൂടി അവശേഷിക്കുന്നുണ്ടായിരുന്നു. പോലീസിന് ഒരിക്കൽ കൂടി ആ വീട്ടിലേക്ക് വരേണ്ടി വന്ന ഗൗരവമുള്ള സംശയം. പോലീസ് ഒരിക്കലും ചിന്തിക്കാത്ത മറ്റൊരു ക്രൈം സാധ്യത. നാട്ടുകാരുടെ സംശയം മാത്രമാകും എന്നു തന്നെ കരുതിയ ഒരു പരാതി. പക്ഷേ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സംശയങ്ങളിൽ തുടങ്ങിയ അന്വേഷണങ്ങൾക്കൊടുവിൽ പോലീസ് പോലും പകച്ചുപോയി. രണ്ടുപേർ സ്വന്തം ചോരയാൽ കൊല്ലപ്പെട്ട ആ വീട്ടിൽ തെളിയാതൊരു തിരോധാനം കൂടിയുണ്ട്. ആ വീടിന്റെ ഗൃഹനാഥനായിരുന്ന ഒരാൾ, രാഷ്ട്രീയം ഉപേക്ഷിച്ച് സുവിശേഷകനായ മാത്യു. പെട്ടെന്നൊരു നാൾ അയാൾ എവിടേക്കാണ് മറഞ്ഞത്? പെറ്റമ്മയെയും ചോരയായ സഹോദരനെയും കൊന്നുതള്ളിയ സജി ഈ കൊലപാതകം ചെയ്തില്ല എന്ന് തങ്ങൾ എന്തിനു വിശ്വസിക്കണം? നാട്ടുകാരുടെ ന്യായമായ ചോദ്യത്തിനു മുന്നിൽ മറ്റൊരു മറുപടി ഉണ്ടായിരുന്നില്ല പോലീസിന്. മാത്യു തോമസ്, വയസ്സ് 70, കാണാതായത് 2018 മെയ് 5 മുതൽ. ശക്തമായ സംശയത്തെ തുടർന്ന് 2026 മെയ് 8, 9 തീയതികളിലായി പോലീസ് പുരയിടത്തിൽ വ്യാപകമായ പരിശോധന നടത്തി. JCB ഉപയോഗിച്ച് കുഴിച്ചു. മേരിക്കുട്ടിയുടെയും റജിയുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയ കുഴിയും ആഴത്തിൽ പരിശോധിച്ചു. വീടിന്റെ അടുക്കള ഭാഗം, പട്ടിക്കൂടിന് സമീപമുള്ള മറ്റു ഭാഗങ്ങൾ, സംശയം തോന്നിയ എല്ലായിടവും കുഴിച്ചു. ഒടുവിൽ ചാണകക്കുഴിക്ക് സമീപത്ത് നിന്ന് അസ്ഥിക്കഷ്ണങ്ങളും വസ്ത്രവും ലഭിച്ചു. വാർത്തകൾ ഫ്ലാഷ് ചെയ്തു. കൂടുതലിടങ്ങളിൽ കുഴിയെടുത്തു പരിശോധിച്ചെങ്കിലും മനുഷ്യൻ്റേതെന്നുറപ്പിക്കാവുന്ന മറ്റസ്ഥികൂട അവശിഷ്ടങ്ങളോ നിർണായക തെളിവുകളോ പോലീസിന് കണ്ടെത്താനായില്ല. പക്ഷേ ഫോറൻസിക് പരിശോധനയിൽ നേരത്തെ ലഭിച്ച അസ്ഥിക്കഷ്ണം മൃഗത്തിൻ്റെതാണെന്ന് തെളിഞ്ഞു. മാത്യുവിൻ്റെ തിരോധാനവുമായി
തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന നിലപാടിലായിരുന്നു സജി. എന്തായാലും നെടുങ്കണ്ടം പോലീസ് ആ കേസിൽ അന്വേഷണം തുടരുക തന്നെയാണ്. മനുഷ്യബന്ധങ്ങളുടെ പവിത്രതയെ കശാപ്പ് ചെയ്തവനാണ്. അവന് മാപ്പില്ല. അവന് മുന്നിൽ ഇനി അവശേഷിക്കുന്നത് തടവറയുടെ കൂരിരുട്ടും ഒരിക്കലും തീരാത്ത പാപഭാരവും മാത്രമാണ്. രാക്ഷസീയ മനോഭാവത്തിന് നിയമം നൽകുന്ന ഏറ്റവും കഠിനമായ ശിക്ഷ തന്നെ ലഭിക്കണം. നാളെ മറ്റൊരു കേസുമായി വീണ്ടും. ഗുഡ് ബൈ.